ശ്മശാനത്തിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിക്കുക മുൻപ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണെങ്കിലും അടുത്തിടെയായി തിരുവില്ലാമല പാമ്പാടി ഐവറമഠത്തിൽ ചിതകളിൽ നിന്നും ഭസ്മം കാണാതാവുന്നത് പതിവായിരിക്കുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 പേർ പിടിയിലായി. ചിതാഭസ്മം അരിച്ചെടുത്ത് സ്വർണത്തിന്റെ അംശം വേർതിരിച്ച് വിൽപ്പന നടത്തുന്നവരാണ് പ്രതികളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10:30 ചിതാഭസ്മം ചാക്കുകളിലാക്കി ഭാരതപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഐവറമഠം ശ്മശാനത്തിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇവർ പിടിയിലായത്. സംഘത്തിലൊരാൾ പുഴ നീന്തിക്കടന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് കൃഷ്ണഗിരി അഗ്രഹാരം സ്വദേശികളായ മല്ലിക, രേണുഗോപാൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ചെടുക്കുന്ന ചിതാഭസ്മത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. പൊതുശ്മശാനത്തിലെ ചിതകളിൽ നിന്ന് ചിതാഭസ്മം കാണാതാകുന്നത് പതിവായതോടെ കർമ്മം നടത്തുന്നവരുടെ നേതൃത്വത്തിൽ പഴയന്നൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാരതപ്പുഴയിലെത്തിച്ചാണ് ചിതാഭസ്മം അരിച്ചിരുന്നത്. മൃതദേഹങ്ങളിൽ ആഭരണങ്ങളുണ്ടെങ്കിൽ അതിന്റെയും ചിലർ വിശ്വാസത്തിന്റെ ഭാഗമായി സംസ്കരിക്കുന്നതിനൊപ്പം വയ്ക്കുന്ന സ്വർണത്തിന്റെയും അംശം വേർതിരിച്ചെടുക്കാനായിരുന്നു ഇത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം. നാട്ടുകാർക്കോ ഇവിടെയുള്ള തൊഴിലാളികൾക്കോ സംഭവത്തിൽ പങ്കുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തൃശൂർ.